ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പങ്കുവെക്കാൻ പോണത് നിങ്ങളായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻട്രോ എടുക്കണത് വൈകിട്ടാണ് കേട്ടോ. കാരണം രാവിലത്തെ പെരുന്നാളിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് സെറ്റായ ശേഷമാണ് ലാസ്റ്റാണ് ഇൻട്രോ എടുക്കണത്. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെ കുഞ്ഞി പെരുന്നാൾ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് എണീച്ച് നേരെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ഉമ്മ അതാ ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാൾ ദിവസം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ ആക്കി തിളപ്പിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും പത്തിരി ഉണ്ടാക്കാനായിരിക്കും. കാരണം പെരുന്നാൾ ദിവസം രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ബീഫോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇന്ന് പത്തിരിയും ബീഫാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ റൂമിൽ പോയി നോക്കിയപ്പോൾ ഇതാ ഐഷുമ്മ എണീച്ചിട്ടും കൂടിയില്ല കേട്ടോ. അവൾക്ക് പിന്നെ മദ്രസയിൽ പോയിട്ട് ഇപ്പോൾ നേരത്തെ എണീച്ചിട്ട് മദ്രസ ഇല്ലാത്ത ദിവസം അവള് ഇഷ്ടം പോലെ കിടന്ന് ഉറങ്ങും കേട്ടോ. പെരിഞ്ചീരകം എടുത്തുണ്ടാ? അതാ പെരിഞ്ചീരകാണ് ഇപ്പൊ പറഞ്ഞ സാധനം. അതാ ഇവിടെ എഴുതിയുണ്ടല്ലോ. ഏറ്റവും മേലെ പെരിഞ്ചീരകം എഴുതിയുണ്ട്. ഉണ്ടമുളക് ഉണ്ടല്ലോ. അപ്പൊ അതെന്താ സാധനം? എണ്ണി നോക്കി എത്ര ഐറ്റം ഉണ്ടെന്നുള്ളത് അപ്പൊ അറിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള എല്ലാ ഐറ്റം ഉണ്ട്, ഇത് രണ്ട് മാത്രം ഇല്ലാത്തുള്ളൂ. ഉള്ളതൊക്കെ ഓർമ്മ ഉണ്ട്. ഞാൻ ചോദിക്കണേ എത്ര ഐറ്റം ഉണ്ടെന്ന് എണ്ണി നോക്കുവോ? നമുക്ക് എണ്ണി നോക്കി നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ അതിന് ഏതാന്ന് അറിയാൻ പറ്റുമോ? സൺഗോൾഡ് ശുദ്ധിയാണ്. ശുദ്ധിയാ? അതാ ഷോർട്ടാക്കിട്ട് എഴുതിയേക്കണ കാരണം എന്താന്ന് മനസ്സിലാവില്ലേ? അതന്നെ അവരെ ഷോർട്ട് ഫോം എന്താന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? ഇതേ എനിക്ക് തോന്നണത് വെളുത്തുള്ളിയാന്നാ. ഗാർലിക് അല്ലേ വെളുത്തുള്ളിയുടെ പേര്? അത് അതിലും വലിയ എന്തൊക്കെ അത് മമ്മി വ്ളോഗിലൊക്കെ വെളുത്തുള്ളിക്ക് എന്ത് ബ്രാൻഡ് മമ്മി? വെളുത്തുള്ളിക്ക് പുതിയ ബ്രാൻഡ് കണ്ടുപിടിച്ച മഹതി ആണ് ഇരിക്കണത്. എന്താ അല്ലാണ്ട് വേറെ ഇവിടെ വേറെ എല്ലാ മുതലും ഉള്ളതുണ്ട്. ഈ രണ്ട് സാധനം മാത്രം ഇല്ലാത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കണമെന്നല്ലേ, ഇവിടെ ബില്ല് ചെക്ക് ചെയ്യലാണ് കേട്ടോ. ഇന്നലെ രാത്രി ഇപ്പോൾ പെരുന്നാൾ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ല് ഇന്ന് രാവിലെ ഇരുന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. നോക്കുമ്പോൾ അതിലൊരു ഐറ്റം ഇല്ല, പിന്നെ ഒരു ഐറ്റം എന്താണെന്ന് മനസ്സിലാവണമില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. രണ്ടും കൂടി തർക്കിക്കണമുണ്ട്, തല്ലുവിടണമുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ പേരയിൽ ഇതുപോലെ ബില്ലൊക്കെ നോക്കലുണ്ടോ? ഞങ്ങളിവിടെ നോക്കലുണ്ട്. കാരണം ഞങ്ങൾ പച്ചയായ സാധാരണക്കാരായ മനുഷ്യന്മാരല്ലേ, അപ്പോൾ ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ എന്താ കണ്ടുപിടിക്കാത്ത സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ടാർട്ടറിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ആക്കി നോക്കിയപ്പോൾ സംഭവം എന്തൊക്കെ ഫോർമുലയൊക്കെയാണ് വരുന്നത്, എന്താണെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ലാസ്റ്റ് രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടുപിടിച്ച് എന്താ സാധനം എന്ന്. കാരണം ബില്ലിട്ടവർക്ക് അറിയാമല്ലോ എന്താ കിട്ടാത്തതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ അത് പുളിയായിരുന്നു കൂട്ടാം. ഒരു പുളിക്കാണ് ഇങ്ങനെ സംഭവ ബഹുലമായ പേരൊക്കെ ഇട്ട് വെച്ചേക്കണം വല്ലാത്ത ആൾക്കാർ. കടയിൽ പോയി ചോദിക്കാച്ചെങ്കിൽ ഇന്നാണ് ഈ കടയും തുറക്കൂല, പെരുന്നാളല്ലേ ഇന്ന്, അപ്പോൾ ഇന്ന് കടയും തുറക്കൂലല്ലോ. അങ്ങനെ അവിടുത്തെ തർക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടുകയാണ് കേട്ടോ. അപ്പം ഇനി ഉപ്പ പള്ളിയിൽ പോയി വന്നിട്ട് വേണം ചായയൊക്കെ കുടിക്കാൻ. ചായയൊക്കെ റെഡിയാണ്, പക്ഷെ ഇവിടെ പള്ളിയിൽ പോയി വന്നിട്ടാണ് ചായ കുടിക്കാറ്. കുളിക്കാണ്ട പെരുന്നാളിന് ചായ കുടിക്കാതിരിക്കണം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ബീഫ് കറിയാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബീഫ് കറിയും പിന്നെ പത്തിരി, നല്ല ചൂട് പത്തിരി. പിന്നെ ഞങ്ങളെ ഈ ഭാഗത്തേക്കൊക്കെ പത്തിരിക്ക് തേങ്ങാപ്പാൽ നിർബന്ധമാണ് കേട്ടോ. പത്തിരി, ഇടിയപ്പം ഇതിൽക്കൊക്കെ ഞങ്ങൾ തേങ്ങാപ്പാൽ കൂട്ടും. ചില സ്ഥലത്തൊന്നും ഇതിൽ ഇക്കാൻ്റെ അവിടെ ഒന്നും ഇതില്ല കേട്ടോ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഐഷുവിന് ഇന്നലെ ഒന്നും മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളായിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൈലാഞ്ചി ഇടാതിരിക്കാൻ മടിയായത് കാരണം കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ നിന്നില്ല. പെരുന്നാളാന്ന് കേട്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാട്ടോ. പെരുന്നാളായിട്ട് എന്തൊക്കെ മൈലാഞ്ചി ഇട്ട് തരാത്ത്, എല്ലാവരും ഇട്ടുണ്ടാവും. സ്കൂളിലേക്കൊക്കെ കുട്ടികളെല്ലാവരും മൈലാഞ്ചി ഇട്ടിട്ട് വരും, ഇക്ക് മാത്രം എന്താ ഇട്ട് തരാത്ത് ചോദിച്ചിട്ട് നടക്കൽ. ഞാനത് കേട്ടിട്ട് മടിച്ചിപ്പാറുമായ കാരണം മൈൻഡാക്കാണ്ട് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ എനിക്ക് ഇന്ന് പാവം തോന്നി, കാരണം എല്ലാവരും ഇടുമെന്ന് പറഞ്ഞിട്ട് ഇനി പോൾ മാത്രം ഇടാണ്ടിരിക്കണ്ട വെച്ചിട്ട് ഞാനൊരു ട്യൂബ് വാങ്ങിയിട്ട് വേഗം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവളാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് കാണിച്ചു തരും മൈലാഞ്ചി ഇടാൻ. അങ്ങനെ എനങ്ങിയും പാറിപ്പോവൊന്നുമില്ല, എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതാ നമ്മൾ ഒരു കയ്യിലിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. കൈൻ്റെ അടിയിലൊന്നും ഇട്ടിട്ടില്ല, മേൽഭാഗത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ രണ്ട് കൈൻ്റെ മേൽഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അടിയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അടിയിലിടണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാനിക്ക് വയ്യ പുറമെ എനിക്കുണ്ട് പറഞ്ഞിട്ട് മുങ്ങിയിട്ടാ. അപ്പോൾ എന്നിട്ട് ഞാൻ നേരെ ചെന്നത് അടുക്കളേക്കാണ് കേട്ടോ. അവിടെ എന്തായി പരിപാടി എന്നൊക്കെ അറിയണ്ടേ നമുക്ക്. അപ്പോൾ അതാ ബീഫ് റോസ്റ്റ്. നിങ്ങൾ ചീഞ്ചട്ടിയുടെ ഭംഗി കണ്ടിട്ട് നിങ്ങളൊന്നും അഭിപ്രായം പറയരുത് കേട്ടോ. മിക്ക വീടുകളിലും ഇതുപോലൊരു ചീഞ്ചട്ടി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പായസം ഉണ്ട്,
പായസം പരിപ്പ് പായസമായിരുന്നു കേട്ടോ. അപ്പോൾ പായസം എനിക്ക് വേണം. ഇപ്പോൾ മധുരത്തിനോട് ഭയങ്കര താല്പര്യമായ കാരണം കൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് പരിപ്പ് കറിയാണ്. ഇത് സാധാരണ പരിപ്പ് കറി അല്ല കേട്ടോ, നെയ്ച്ചോറിലേക്ക് ഉണ്ടാക്കുന്ന ഒരു തരം പരിപ്പ് കറിയാണ്. പിന്നെ നമ്മളുടെ ബീഫ് കറി, രാവിലെ ഉണ്ടാക്കിയ ബീഫ് കറിയാണ് കേട്ടോ അത്. അതിലത്തെ ഉരുളൻകിഴങ്ങൊക്കെ തീർന്നിക്കണ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അത് ഉപ്പ അടുക്കളയിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പിച്ചോട്ടെ, എന്തോ ഒരു അൽക്കുലത്തെ പരിപാടി ഒപ്പിക്കാൻ പോവുകയാണെന്ന്. പിന്നെ എന്തോ സാധനങ്ങൾ വേസ്റ്റ് ആവാൻ പോവുകയാണെന്നും നമ്മൾ ഉറപ്പിക്കണം, കാരണം അത്ര നല്ല കുക്കാണ്. ഇപ്പോൾ അവിടെ കച്ചമ്പറ് ഇവിടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഉള്ള വെള്ളമൊക്കെ കോരി വെച്ചിട്ട് കച്ചമ്പറ് പായസം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ ഇവിടെ ഹീറ്റായി നിൽക്കുന്നുണ്ട്, ടെററായി നിൽക്കുന്നുണ്ട്. ഉമ്മ തൈരും വേസ്റ്റ്, ഉള്ളിയും വേസ്റ്റ്, തക്കാളിയും വേസ്റ്റ്, കറിവേപ്പിലയും വേസ്റ്റ്, പച്ചമുളകും വേസ്റ്റ്. വേസ്റ്റ് അല്ല, മോര് വെള്ളമായിട്ട് കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പറ്റിയ അങ്ങനെ കച്ചമ്പറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വലിയൊരു നാക്കലങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചോറ് കഴിക്കാൻ പോണത്. ഞാനല്ല, അവരൊക്കെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇത് ഐഷു വന്നിരുന്നിട്ടുണ്ട്, ഉപ്പിയും വന്ന് റെഡി ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഏകദേശമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നേക്കണം. അപ്പോൾ നമുക്ക് വിളമ്പണത് കൂടിയും കണ്ടാലോ. അപ്പോൾ അതവിടെ ഉമ്മ നെയ്ച്ചോറ് വിളമ്പിയിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ടും വിളമ്പണുണ്ട്. പിന്നെ സൈഡായിട്ട് ഇതുപോലെ പരിപ്പ് കറി നിങ്ങളെ നാട്ടിലൊക്കെ കൂട്ടാറുണ്ടോ? ഞങ്ങളിവിടെ നെയ്ച്ചോറിലേക്ക് സൈഡായിട്ട് കുറച്ച് ഇതുപോലെ കട്ടിയിലുണ്ടാക്കുന്ന പരിപ്പ് കറി കൂട്ടാറുണ്ട് കേട്ടോ. ഞാൻ കൂട്ടാറില്ല, ഇവരൊക്കെ കൂട്ടാറുണ്ട്, എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ബീഫ് റോസ്റ്റ്, നല്ല വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഗൾഫിക്കൊക്കെ കൊടുത്തയക്കൂലേ, അതുപോലത്തെ ഏട്ടാ. അങ്ങനത്തെ ബീഫ് റോസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പപ്പടം, ഇവിടെ പപ്പടവും നെയ്ച്ചോറ് ബിരിയാണിയിലൊക്കെ കൂട്ടുകൂട്ടാ, ചില സ്ഥലത്തൊന്നും കൂട്ടാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റിയാണ് ഗൈസ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കോമ്പിനേഷനും ഇല്ലെങ്കിൽ ഞങ്ങൾ അത് കോമ്പിനേഷൻ ആക്കി എടുക്കും. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ഒരു ഇലയിൽ ഇങ്ങനെ ഇട്ട് കഴിക്കട്ടെ. ഞാൻ ഇല്ല, കാരണം എനിക്ക് നിലത്തിരിക്കാൻ വയ്യ പറഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റിലാക്കിയിട്ട് അപ്പുറത്ത് പോയി ഇരുന്ന് കഴിച്ചു. പിന്നെ പായസം, ഇതെനിക്ക് ആക്കണ പായസം കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് ഞാൻ ഒന്ന് മയങ്ങിക്കെടുക്കും, ഉറപ്പാണ്. പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉപ്പാൻ്റെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരാൾ സാലഡും കച്ചമ്പറൊക്കെ കൊടുന്ന് വെക്കണത് കേട്ടോ. അപ്പോൾ കച്ചമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കച്ചമ്പർ നേരത്തെ ഉപ്പ കോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കൂട്ടാൻ പറ്റില്ല, അത് വേണമെങ്കിൽ കുടിക്കാം. പിന്നെ നമുക്കിതാ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പള്ളിക്കത്തെ ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പള്ളിക്കത്തെ ഇറച്ചി എന്ന് പറയില്ലേ, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2.5 കിലോ ഉണ്ടാവും തോന്നുന്നു. ഞാൻ തൂക്കി നോക്കുകയാണ് കേട്ടോ എത്ര ഉണ്ടാവുന്നു. ഉമ്മാട് വെച്ചപ്പം പറഞ്ഞു 2.5 കിലോനൊക്കെ ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ ഇതോട് കൂടിയിട്ട് പെരുന്നാൾ ഈ വർഷത്തെ കഴിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.